Next is bisectors. Consider an isosceles triangle ABC. Here AC and BC are equal sides. Draw CP perpendicular to AB. CP എന്നത് AB ക്ക് perpendicular ആയിട്ടുള്ള ഒരു ലൈനാണ്. Consider the triangle APC and triangle BPC. Here AC equal to BC. It is given that AC and BC are equal sides since this is isosceles. And it is given that CP is the common side, no? CP is the common side for both triangles. And angle APC equal to angle BPC equal to 90 degree. കാരണം CP is perpendicular to AB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. Okay. Consider then these two triangles are right angled one. Right angled triangles ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ഹൈപ്പോട്ന്യൂസും ആൾട്ടിറ്റ്യൂഡും സെയിം ആണെങ്കിൽ ബേസും സെയിം അല്ലേ? സോ വി ക്യാൻ സേ AP is equal to EB. അങ്ങനെയാണെങ്കിൽ here all the three sides are equal. So these triangles are equal triangles. So we can say equal triangles in the equal sides in the opposite angles equal ആണ്. So angle ACP equal to angle PCP. Okay. Also angle ACP angle BPC equal ആണ്. കാരണം AP BB equal ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഓൾസോ അപ്പൊ അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പൊ ഒരു പെർപെൻഡിക്കുലർ ഈ ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് സൈഡിനെയും ആ പോയിന്റിലുള്ള ആംഗിളിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പോയിന്റിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ACPയും BCP ഈക്വൽ ആണ്. ഓൾസോ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ APയും PBയും ഈക്വൽ ആണ്. ഓക്കെ. ഇൻ എനി ഐസോസെലസ് ട്രയാങ്കിൾ. So we proved that in any isosceles triangle, the perpendicular from the point joining equal side bisects the angle at this point and the side opposite. എന്താ നമ്മൾ പ്രൂവ് ചെയ്തത്? In any isosceles triangle, the perpendicular from the point joining equal sides. Equal side il ninnu ജോയിൻ ചെയ്യുന്ന പെർപെൻഡിക്കുലർ, അതിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ട്സ് ദ ആംഗിൾ അറ്റ് ദിസ് പോയിന്റ്. ആ പോയിന്റിലുള്ള ആംഗിളിനെ, അതായത് ആംഗിൾ പ്രൂവ് ചെയ്തിരുന്നല്ലോ, ആംഗിൾ ACPയും ഈക്വൽ ടു ആംഗിൾ BCP എന്ന് പ്രൂവ് ചെയ്തു. അതായത് ഈ ആംഗിളിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓൾസോ ദ സൈഡ് ഓപ്പോസിറ്റ് AP ഈക്വൽ ടു PB. ഐസോസെലസ് ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, തേർഡ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഇതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ ഓപ്പോസിറ്റ് സൈഡിനെയും ആ ആംഗിളിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ വി ക്യാൻ സേ CP ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് the line AB. AB യുടെ perpendicular bisector ആണ് CP എന്ന് നമുക്ക് പറയാം. Also we can say the perpendicular bisector of, that is the CP is the perpendicular bisector of AB. AB എന്ന ലൈനിന്റെ perpendicular bisector ആണ് CP. Also we can say the perpendicular bisector of AB passes through the vertex C. അതായത് AB എന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ തേർഡ് വെർട്ടെക്സിലൂടെ പാസ് ചെയ്യും നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരച്ചിട്ട് AB എൻഡ് പോയിന്റ്സ് ആയിട്ടുള്ള ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ ദീസ് പോയിന്റ്. അപ്പൊ ഞാൻ ഇതിനെയാണെങ്കിൽ ഒരു R എന്ന് കൊടുക്കാം. Again, I am drawing another isosceles triangle here.
again this point is S. So ഈ സി പി അല്ലെങ്കിൽ എസ് പി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ എസ് ബി ആയിരിക്കും. ആൻഡ് ആർ പി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ആർ ബി ആയിരിക്കും. സോ നമുക്ക് പറയാം ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഒരു ലൈൻ എന്ന് പറയുന്നത് അത് അതിന്റെ ഒരു തേർഡ് വെർട്ടെക്സിലൂടെ പാസ് ചെയ്യും. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് അതിന്റെ തേർഡ് വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുമെന്ന്. ഓക്കെ, സോ ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്കൊരു 2 ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടിയാൽ പോരെ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ലൈൻ എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെയും ഈക്വൽ ഡിസ്റ്റൻസിൽ 2 സൈഡ്സ്, അതായത് 2 ലൈൻസ് വരച്ചിട്ട് അതിനെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും ഈക്വൽ ലെങ്തില് 2 സൈഡ്സ് വരച്ചിട്ട് അതിനെയും ജോയിൻ ചെയ്തു. കിട്ടുന്ന ഈ ഒരു ലൈനാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതായത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ സി ഡി. സോ സി ഡി ഇസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ലൈൻ എ ബി. അപ്പൊ എ ബി എന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ വി നീഡ് ഓൺലി 2 ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഞാൻ വരച്ചു. ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരെണ്ണം ടോപ്പിലും ഒരെണ്ണം ഇവിടെയായിരുന്നു. അപ്പൊ 2 ഐസോസെലസ് ട്രയാങ്കിൾ എ സി ബിയും ട്രയാങ്കിൾ എ ഡി ബിയും ഐസോസെലസ് ആണ്. കാരണം ഇവിടുന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ 2 പോയിന്റ്സ് മാർക്ക് ചെയ്തത്. അപ്പൊ എ സിയും ബി സി ഈക്വൽ ആയിരിക്കും, ഓൾസോ എ ഡിയും ബി ഡിയും ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള 2 ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടിയാൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടീസസ് നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. So CD is the perpendicular bisector of line AB. Clear? Next question. Draw a line 6.5 cm long and draw its perpendicular bisector. So we have to draw a line of length 6.5 cm. Then draw its perpendicular bisector. For that, I am drawing a line of length 6.5 cm here. 6.5 ആണ് വരയ്ക്കേണ്ടത്. ഇവിടെ ബോർഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലെങ്തിൽ വരയ്ക്കുകയാണ്. So you have to draw a line of length 6.5 cm. അപ്പോൾ 6.5 cm ലെങ്ത് ഉള്ള ഒരു ലൈനാണ്. ഓക്കെ, then you have to draw 2 isosceles triangle there. For that I am marking the end points as A and B. ഈ end points നെ ഞാൻ എയും ബിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. Then I am taking more than half of this length. ഈ ലെങ്തിന്റെ ഹാഫില് കൂടുതൽ ഞാൻ ഇതിൽ നിന്ന് മെഷർ ചെയ്യും. Then I am drawing 2 arcs here from this point to this point and from the next end point to here. Again I am drawing downwards from this end also. You have to extend this line. Then mark the intersecting point of this arcs. Intersecting points in a marking. Then you have to draw a straight line through these intersecting points. Intersecting point correct ആയിട്ട് വരയ്ക്കണേ. This is the perpendicular bisector. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. Then ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ, ഇത് നിങ്ങൾ ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങളിവിടെ 2 ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ you can see this triangle ABC, this isosceles. This CD is the perpendicular bisector and ABC is isosceles also. EAD and BD join ചെയ്താൽ you can see another isosceles triangle. Okay, for drawing a perpendicular bisector of a line, first you have to draw the
6.5 centimeter line, then more than half എടുക്കുക. ലൈനിന്റെ ഹാഫിൽ കൂടുതൽ എടുത്തിട്ട് you have to draw as from the end points. ഇവിടേക്കും എൻഡ് പോയിന്റ്സിൽ നിന്ന് ജോയിൻ ചെയ്തു സെയിം മെഷർമെന്റിൽ. ദെൻ ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റിനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടും CD. CD is the perpendicular bisector of CD is the perpendicular bisector of AB. You can see this bisector passes through the third vertices C and D. Clear? That is the perpendicular bisector. CD is the perpendicular bisector, means CD divides the line AB into two equal parts. 6.5 ine ഇത് 3.25 ആണ്, ഇതും 3.25 ആണ്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് P എന്ന് വല്ലതും പേര് കൊടുക്കാം കേട്ടോ. അങ്ങനെയെങ്കിൽ AP is 3.25, AP equal to PB equal to 3.25 centimeter. അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആ ലൈനിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ an angle of 60 degree and draw its bisector. അപ്പോൾ നമ്മൾ സൈഡിനെ ബൈസെക്ട് ചെയ്യാൻ യൂസ് ചെയ്ത പോലെ നമുക്ക് ആംഗിളിനെ ബൈസെക്ട് ചെയ്യാൻ നമുക്ക് സെയിം തിയറം യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് 60 ഡിഗ്രി ആംഗിൾ വരയ്ക്കണം. പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് യു ക്യാൻ ഡ്രോ 60 ഡിഗ്രി ആംഗിൾ ആൻഡ് യു ഹാവ് ടു ഡ്രോ ഇറ്റ്സ് ബൈസെക്ടർ. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനാണ്. ഓക്കെ, ഹിയർ ആംഗിൾ PQR is of മെഷർമെന്റ് 60 ഡിഗ്രി. അപ്പൊ ഇത് QR എന്നുള്ള ലൈൻ ഞാൻ വരച്ചിട്ട് 60 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുത്ത് ആംഗിൾ PQR വരച്ചിരിക്കുകയാണ്. So you have to divide this angle into two equal parts. അതാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. For that I'm taking an arc. ഏതെങ്കിലും ഒരു മെഷർമെന്റിൽ, അപ്പൊ ഇത്രയും വേണമെങ്കിൽ എടുക്കാം, കുറച്ചുകൂടെ ലെങ്ത് വേണമെങ്കിൽ ഇത്രയും ലെങ്ത് ഉള്ള ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ an arc of any length. Then I'm marking these points. ഈ ആർക്ക് ലൈൻസുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തു. ദെൻ ഇതേ മെഷർമെന്റിൽ എത്രയാണോ ഞാൻ ഇതിലെടുത്തത് അതേ മെഷർമെന്റിൽ ഞാൻ ഇവിടെ നിന്നിട്ട് ഇവിടേക്ക് ഒരു ആർക്കും ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്. അഗെയിൻ ഐ എം ഡ്രോയിങ് an arc from this point to this point. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ആദ്യം ഞാൻ ഏതെങ്കിലും ഒരു മെഷർമെന്റിൽ ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതേ മെഷർമെന്റിൽ ഈ ആർക്കും ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഈ ലൈനും ആർക്കും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ലൈനിനെ ഈ എൻഡ് പോയിന്റ് ക്യൂനെ എങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി? ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടോ? ഇന്റർസെക്റ്റിംഗ് പോയിന്റും ക്യൂവും കൂടെ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈനാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ ഇത് 30 ഡിഗ്രി ആയിരിക്കും, അതായത് ഈ സ്മോൾ പോർഷൻ 30 ഡിഗ്രി ആയിരിക്കും, ഈ സ്മോൾ പോർഷനും 30 ഡിഗ്രി. അപ്പൊ ഈ ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന തിയറോ ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മളിവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് പോയിന്റിലെ ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ യു ക്യാൻ സീ വൺ ഐസോസെലസ് ട്രയാങ്കിൾ ഹിയർ. ഓൾസോ if you join this points you can see another isosceles triangle. Okay, അപ്പോൾ ഇവിടെയുള്ള ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരച്ചു, അതേ ഈക്വൽ ആയിട്ടുള്ള വേറൊരു ഐസോസെലസ് ട്രയാങ്കിൾ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ ലൈൻ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. നമുക്കറിയാം ഈ സൈഡിനെയും ആംഗിളിനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതേ തിയറമാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചൊന്നും നിങ്ങളുടെ നോട്ട്ബുക്കിൽ വേണ്ട, നിങ്ങളൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സെയിം ഐസോസെലസ് ട്രയാങ്കിളിന്റെ തിയറമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം യു ക്യാൻ നെയിം ദാറ്റ് ബൈസെക്ടർ ആസ് some S. So you can see angle SQR equal to angle PQS equal to 30 degree. അപ്പോൾ ഈ 60 ഡിഗ്രി ആംഗിളിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നുണ്ടോ. സോ QS is the angle bisector. Clear?